ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിൻസി. അതെ, ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഈ യാത്ര എല്ലാ വെക്കേഷനും സ്ഥിരമായിട്ട് ഞാൻ പോകാറുള്ളതാണ്. ഞാനും എൻ്റെ പുത്രനും കൂടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് ഒന്നുകൂടെ പോകുന്നതേ ഉള്ളൂ. പോകുമ്പോൾ ഈ പൊതിച്ചോറ് ഞാൻ മസ്റ്റായിട്ട്, ട്രെയിനിലെ ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനെപ്പോൾ പോകുമ്പോഴേ ഈ പൊതിച്ചോറും കൊണ്ടേ പോകത്തുള്ളൂ കേട്ടോ. പൊതിച്ചോറ് കിട്ടാനായിട്ട് മുട്ട, കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ പൊതിച്ചോറ് കെട്ടി. പൊതി ഇങ്ങനെ പാക്ക് ചെയ്യാൻ എനിക്ക് വല്ല എക്സ്പേർട്ട് ഇല്ലെങ്കിലും എനിക്കറിയാവുന്ന പോലെയൊക്കെ കെട്ടി വെച്ച്. പക്ഷേ ഉച്ചയ്ക്ക് പൊതിച്ചോറ് തുറക്കുമ്പോൾ ഒരു മണമുണ്ട് മക്കളെ. ആഹാ, എന്താ ടേസ്റ്റാണെന്നറിയുമോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാണ് ഈ ഫുഡ് കഴിക്കുന്നത്. അപ്പോഴേ പൊതിച്ചോറ് തുറക്കുമ്പോൾ നല്ല ഫീലിങ്സാണ്. മിക്കവരൊക്കെ ഇങ്ങനെ നോക്കും. എങ്ങോട്ടാ യാത്രയെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടുതലാണ്. അത് കാരണം ഞാൻ എപ്പോൾ പോകുമ്പോഴും പൊതിച്ചോറ് കൊണ്ടുപോയി പോകും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ഞങ്ങൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ എമർജൻസി ആയ കാരണം ട്രാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയ കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇത് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. പൊതിച്ചോറിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പുത്രനിട്ട കമൻറ്ററിയാണ് കേട്ടോ. ഇത് ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് പറയണേ. അതെ, ഞങ്ങളിവിടെ വന്നിരുന്നാണ് കഴിക്കണം കേട്ടോ. പൊതിച്ചോറ് തുറന്നപ്പോൾ എന്തോ നല്ല മണമാണ് മക്കളേ. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. പൊതിച്ചോറ് പൊതിഞ്ഞ് വിട്ടിട്ട് അപ്പം തന്നെ കഴിക്കരുത്. 2-3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാം. അപ്പോൾ പൊതിച്ചോറ് തുറക്കുമ്പോൾ ഈ മണം ഇങ്ങോട്ട് വരും. ആഹാ. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഒരു ഓറഞ്ച് എടുത്തത് മോനിരുന്ന് പൊളിക്കണതാണ് കേട്ടോ. അങ്ങനെ ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ച് ഞങ്ങൾ കഴിച്ചിട്ട്, ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ പട്ടി കിടന്ന് കുരയോട് കുര. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ നടന്ന് ഇനി ആനവണ്ടി കയറണം. ഇതൊക്കെ കാണുന്നവർക്കറിയാം ഇത് ഏത് സ്ഥലമാണെന്ന് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഞങ്ങൾ ആനവണ്ടിയിൽ കയറി ഞാനും മോനും കൂടെ സുഖമായിട്ട് കിടന്നു ഉറങ്ങി. നല്ല ക്ഷീണമുണ്ടായിരുന്നു, നല്ലൊരു ഉറക്കം കിട്ടി. പിന്നെ വേറൊരു ബസ്സിൽ കയറി. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തേക്കുള്ള ബസ്സാണ്. ഇതിനകത്ത് കയറിയിട്ടുള്ള യാത്രയാണ്. അത് റോഡിലൊക്കെ ഇങ്ങനെ കുറേ റബ്ബർ മരങ്ങളും നല്ല രസമാണ്. അതുവഴി ഇങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ വീടെത്താറായി. ബസ്സിലിരുന്നിട്ട് ഞാൻ ലഗേജൊക്കെ എടുത്തുകൊണ്ട് എഴുന്നേറ്റു. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് നടക്കണം. കുറച്ചേ ഉള്ളൂ അങ്ങോട്ട് ദൂരം. അപ്പോഴത്തേക്കും ബസ് ഇറങ്ങിയതേ നമ്മുടെ ആനവണ്ടി തിരിച്ചു പോയി. വീട്ടിലൊരു അതിഥി എന്നെ കാത്തിരിപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോവുകയാണേ. ഇവനാണ് ആ അതിഥി. ഇവനാണ് ഇവിടുത്തെ താരം. ഇവനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.